നോഫാപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ അത്രയും വെറുക്കുന്നൊരു കാര്യമാണ് റിലാപ്സ് ആവുക എന്നുള്ളത്. റിലാപ്സ് ആവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഞാൻ എന്തൊരു പരാജയമാണ്, എനിക്കൊന്നിനും കഴിയില്ല, ഈ ഒരു ചെറിയ കാര്യം പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഇത്തരത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മളിൽ ഉണ്ടാവും. റിലാപ്സ് ആയതിനു ശേഷം നമ്മൾ നമ്മളെ തന്നെ സ്വയം താഴ്ത്തിക്കെട്ടുകയും ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, എനിക്ക് കഴിവില്ല, ഞാൻ എന്തൊരു മോശമാണ് എന്ന് നമ്മളെ സ്വയം ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ശീലം നമ്മളുടെ ലൈഫിൽ നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ ഒരിക്കലും അത് സഹായിക്കില്ല. നേരെ മറിച്ച് അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ കുറയ്ക്കുകയും നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള സെൽഫ് റെസ്പെക്റ്റിനെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും നിങ്ങളുടെ വർക്കിലാണെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. തുടർന്ന് അങ്ങോട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് വളരെയധികം ഹാർഡായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇനി റിലാപ്സ് ആവുന്ന സമയത്ത് നമ്മളെ താഴ്ത്തിക്കെട്ടാതെ, നമ്മളെക്കുറിച്ച് മോശം ചിന്തിക്കാതെ, അത്രയും ദിവസം ഞാനതിന് സ്റ്റോപ്പ് ചെയ്തു, ഈ ഒരു ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച നമ്മുടെ മനസ്സിനോടും നന്ദി പറയുക. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം അഭിനന്ദിക്കാൻ പഠിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരാഴ്ചയായിരിക്കും നോഫാപ്പ് എടുത്തിട്ടുണ്ടാവുക, പക്ഷെ ആ ഒരു ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും നമ്മൾ അഭിനന്ദിക്കുക. ഒരാഴ്ച ഞാനതിനെ സ്റ്റോപ്പ് ചെയ്തു, പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സ്വയം അഭിനന്ദിക്കുക. ഒരാഴ്ച എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എനിക്ക് 21 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, 30 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നോഫാപ്പ് ജേണിയിലും നമ്മുടെ ജീവിതത്തിലും പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായകമാവും. റിലാപ്സ് ആയതിനു ശേഷം 90% ആളുകളും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, ഒന്നില്ലെങ്കിൽ അവർ 18+ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. അതും അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യാൻ തുടങ്ങും, ഡ്രിങ്ക്സ് കഴിക്കുന്നവരാണെങ്കിൽ അമിതമായിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ തുടങ്ങും. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ അഡിക്ഷൻ കിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ റിലാപ്സ് ആവുകയാണെങ്കിൽ നമ്മൾ കോൾഡ് ഷവർ ചെയ്യാൻ നോക്കുക. ഇത് എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കാനും നമ്മുടെ മനസ്സിനെ വളരെ ക്ലീൻ ആയിട്ടും ഫ്രഷ് ആയിട്ടും നിലനിർത്താനും സഹായിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്തുകൊണ്ട് റിലാപ്സ് ആയി എന്നുള്ളത് നമ്മളൊരു നോട്ടിൽ എഴുതി വെക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. റിലാപ്സ് ആവാൻ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. എവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്, എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്നൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ ഈ ഒരു സമയത്ത് വായിക്കുക. ഈ കാര്യങ്ങളൊക്കെ നോഫാപ്പിൽ നമ്മൾ റിലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ ആ പെയിൻ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കും. മറ്റൊന്നാണ്, നോഫാപ്പിൽ പലരും റിലാപ്സ് ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരില്ല. ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കും അവർ. ഒരു 90% ആൾക്കാരും പരാജയപ്പെടുന്നത് നല്ല രീതിയിലുള്ള പ്രഷർ വരുമ്പോൾ അവർ ക്വിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കാലാകാലവും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നേടിയെടുക്കാനാവാതെ വിഷമിച്ചിരിക്കേണ്ടി വരും. ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ ആദ്യം എടുത്ത് കളയേണ്ടത്. ആ ഒരു മെൻറ്റാലിറ്റി വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അമിതമായിട്ട് പ്രഷർ വരുന്ന സമയത്ത് അത് താങ്ങാനാവാതെ നമ്മൾ ക്വിറ്റ് ചെയ്യുന്നു. ലൈഫിൽ ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ക്വിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കാലാകാലവും നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പോലും നേടിയെടുക്കാനാവാതെ വിഷമിച്ചിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മയിൽ വെക്കുക. ഒരേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ഈ ഒരു ഹാബിറ്റ് നിർത്തുക എന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. ഇവിടെ ഓൾറെഡി പ്രൂവ് ചെയ്ത ടെക്നിക്കിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നതാണ്.